നീറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ മോഡൽ പരീക്ഷകളിലെ കുറഞ്ഞ മാർക്കുകൾ കുറച്ച് വിദ്യാർത്ഥികളെ നിരാശപ്പെടുന്നുണ്ടെന്നറിയാം. എന്നാൽ ഓർക്കുക, ഈ മോഡൽ പരീക്ഷകൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഓരോ തവണ മാർക്ക് കുറയുമ്പോഴും ടെൻഷൻ അടിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മറിച്ച് ഇനിയും സമയമുണ്ടെന്ന തിരിച്ചറിവിൽ നിന്ന് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ആത്മാർത്ഥമായി പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ബ്രില്യൻ്റ് എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ നീറ്റ് മോഡൽ പരീക്ഷകളിൽ കുറഞ്ഞ മാർക്ക് നേടിയിട്ടും യഥാർത്ഥ നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. MBBS എന്ന അവരുടെ സ്വപ്നം നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ അനുഭവം ബ്രില്യൻ്റിനറിയാം. ഓരോ തെറ്റും ഓരോ പുതിയ പാഠങ്ങളാണ്. ഓരോ പാഠവും വിജയത്തിലേക്കുള്ള വഴികാട്ടിയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ, നേടിയെടുക്കാൻ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. ബ്രില്യൻ്റിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിജയമെന്നത് അവസാനത്തെ അധ്യായം മാത്രമല്ല, ഓരോ മോഡൽ എക്സാമുകളുടെയും പോരാട്ടങ്ങളുടെ കഥയാണ്. കഴിഞ്ഞ മാസങ്ങളിലായി ബ്രില്യൻ്റ് എയിംസ്, ജിപ്മർ, AFMC, എയിംസ് ഭുവനേശ്വർ പോലുള്ള രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്കായി യാത്ര നടത്തി വരികയാണ്. അവിടെ എല്ലാം എത്തിച്ചേർന്നപ്പോഴും ബ്രില്യൻ്റ് ഫാമിലി തിരിച്ചറിഞ്ഞ ഒരു വസ്തുതയുണ്ട്. നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഒരുപാട് പ്രതീക്ഷകളോടെ ബ്രില്യൻ്റിലേക്ക് കടന്നു വന്നവരാണ് അവർ ഓരോരുത്തരും. ബ്രില്യൻ്റിലെ മോഡൽ എക്സാമുകളുടെ സമയത്ത് അവരുടെ മനസ്സിലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള അതേ ചിന്തകളുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മക്കളെല്ലാം ഒരുപാട് സന്തോഷിച്ച് കാണുമ്പോൾ ഏറെ അഭിമാനം ഞങ്ങൾക്കാണ്. ആ വിദ്യാർത്ഥികൾ അവരുടെ മോഡൽ എക്സാമിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും ഫൈനൽ എക്സാമിൽ അവർ നേടിയ വിജയത്തെക്കുറിച്ചും നമ്മോട് പങ്കുവെച്ച വാക്കുകൾ നമുക്കൊന്ന് ശ്രവിക്കാം. ബ്രില്യൻ്റിലെ മോഡൽ എക്സാംസിന് എനിക്ക് വെറും 400-300 കിട്ടിയിട്ടുണ്ടായുള്ളൂ. എൻ്റെ ക്ലാസ് ടീച്ചറിനെ പോയി കണ്ടാലും എൻ്റെ ബാച്ച്മേറ്റ്സിനെ പോയി കണ്ടാലും അവർക്കറിയാം എനിക്ക് എത്ര സ്കോർ കുറഞ്ഞിട്ട് ഞാൻ അവസാനം നീറ്റിന് എനിക്ക് എത്ര റാങ്ക് കിട്ടി. നമ്മൾ ആ നീറ്റ് എക്സാമിന് പോയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് അവസാനം വരെ ഇരുന്ന് എഴുതുക, ഒരു സമയം പോലും കളയാതെ 3 മണിക്കൂർ ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല റാങ്ക് കിട്ടും. മോഡൽ എക്സാമിൽ ഒരു 400 ലെവലിൽ നിന്ന് ഞാൻ നീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് 654 മാർക്ക് ഉണ്ടായിരുന്നു. കേരള 300 സംതിങ് ആയിരുന്നു എൻ്റെ റാങ്ക്. ആൻഡ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഞാൻ ഫൈനൽ ഇയർ MBBS ആണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ മാർക്കോ ഒന്നും നോക്കണ്ട, ഇന്നലെ കഴിഞ്ഞ മാർക്ക് അവിടെ വിടുക. ഇന്ന് മുതൽ നല്ല രീതിയിൽ പഠിക്കുക. ഇപ്പോഴത്തെ മാർക്കൊന്നും ടെൻഷനായിട്ട് എടുക്കാതെ നീറ്റ് എക്സാമിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടും. എനിക്ക് ബ്രില്യൻ്റിലെ ഓരോ എക്സാംസ് എഴുതുമ്പോഴും വീക്ക്ലി എല്ലാം എഴുതുമ്പോഴും എനിക്ക് അവിടെ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള എക്സാംസിൽ വെച്ച് ഏറ്റവും മാക്സിമം സ്കോർ എനിക്ക് കിട്ടിയത് നീറ്റ് എക്സാമിന് തന്നെ ആയിരുന്നു. 710 എന്ന് പറയുന്ന സ്കോർ. ബാക്കിയുള്ള എക്സാമിനൊന്നും എനിക്ക് 700 റേഞ്ചിൽ വളരെ റെയറായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ എനിക്ക് A+ അധികം എക്സാംസിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ റിപ്പീറ്റഡ് കോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് നമ്മുടെ വീക്ക്ലി എക്സാംസിനും മോഡൽ എക്സാംസിനൊക്കെ അവിടെ ടോപ്പേഴ്സിന് ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കതിൽ ക്യാഷ് പ്രൈസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരിക്കൽ പോലും ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടില്ലെന്ന് പറയുമ്പോഴും അത് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു ഗോൾഡ് മെഡൽ കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു. സനം കല്ലടി അത് നേടിയത് വിക്ടറി ഡേയിലാണ്. 720 710 മാർക്ക് വാങ്ങി ബ്രില്യൻ്റ് സ്റ്റഡി സെന്ററിന്റെ വിക്ടറി ഡേക്ക് ഗോൾഡ് മെഡലും മെമ്മന്റോയും ക്യാഷ് പ്രൈസും നൽകിയാണ് സനം കല്ലടിയെയും മാതാപിതാക്കളെയും ആ വിക്ടറി ഡേയുടെ വേദിയിൽ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷ്യം നിർത്തി സനം കല്ലടിക്ക് ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ സമ്മാനിച്ചത്. മോഡൽ എക്സാം സ്റ്റാർട്ടിങ് നമ്മൾ കൺസിസ്റ്റന്റ് ആയി മാർക്ക് വാങ്ങിക്കുന്നത് നല്ല ക്യാഷോടെ കിട്ടിക്കൊണ്ടായിരുന്നു. ക്യാഷോട് വാങ്ങിക്കും, ചെലവ് ചെയ്യും, വൈബായിരുന്നു ആ ടൈമൊക്കെ. പിന്നെ ഇടയ്ക്ക് ചില ഫേസ് വരുമ്പോൾ നല്ല ടഫ് എക്സാം ഒക്കെ വന്നു തുടങ്ങി. ഇപ്പൊ നമ്മൾ താൻ തുടങ്ങി ആ പഠിക്കുന്നതിന്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല. അപ്പൊ നല്ല ഡൗൺ ആയി തുടങ്ങി, നല്ല റാങ്ക് കുറഞ്ഞു വന്നു. പിന്നെ വീണ്ടും പഠിക്കേണ്ട മോട്ടിവേഷൻ ഒക്കെ പോയി. അപ്പൊ അങ്ങനെ പോയി റെഫറൻസ് ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇരുന്ന് ചെയ്യും. ഡൗൺ ആയ മൈൻഡ് ആക്കാതെ മോഡൽ എക്സാം അല്ലേ ചെയ്ത് പിന്നെ വീണ്ടും തിരിച്ചെത്തി ക്യാഷോട് വീണ്ടും ട്രാക്കിലെത്തി. ഈ പറഞ്ഞവരെല്ലാം നമ്മളെപ്പോലെ തന്നെ ടെൻഷൻ അടിച്ച സമയം അവരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എന്ന് നമുക്കിൽ നിന്ന് മനസ്സിലാക്കാം. വിജയം നേടി തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു കഴിഞ്ഞ കാലമുണ്ടായിരിക്കും. നഷ്ടപ്പെട്ട സ്വപ്നത്തെ ഓർത്ത് വിലപിക്കാനുള്ള കാലഘട്ടമല്ല അത്. ഇഷ്ടപ്പെട്ട സ്വപ്നത്തെ നേടിയെടുക്കാനുള്ള കാലഘട്ടമാകണമത്. മാർക്കുകൾ കുറഞ്ഞിട്ടും നന്നായി വർക്ക് ചെയ്ത് വിജയിച്ച ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. ബ്രില്യൻ്റിലെ ഓരോ എക്സാമുകൾക്ക് ശേഷവും നിങ്ങളുടെ റിപ്പോർട്ട് കാർഡിൽ നിങ്ങൾക്കിതുവരെ എക്സാമിൽ ലഭിച്ച എല്ലാ മാർക്കുകളും കാണാം അല്ലേ? ചില എക്സാമുകളിൽ നല്ല മാർക്കുകൾ കുറവായിരിക്കാം, ചിലർക്ക് മാർക്കുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന കാഴ്ചകളായിരിക്കാം അല്ലേ? മക്കളതെ എൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷങ്ങളിലെ 2 വിദ്യാർത്ഥികളുടെ റിപ്പോർട്ട് കാർഡുകളുണ്ട്. ആദ്യമായി കഴിഞ്ഞ വർഷത്തിലെ റിപ്പീറ്റർ മെഡിക്കൽ ബാച്ച് വിദ്യാർത്ഥിനി സയന സുമോദിന് ഏപ്രിൽ 15 ലഭിച്ച മാർക്ക് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഫിസിക്സിന് 102 മാർക്ക്, കെമിസ്ട്രിക്ക് 126, ബയോളജിക്ക് 325, ആകെ 553 മാർക്കാണ് സയനയ്ക്ക് ലഭിച്ചത്. അന്ന് 16,650 വിദ്യാർത്ഥികളാണ് എക്സാം എഴുതിയത്. ഈ വിദ്യാർത്ഥിനിക്ക് ലഭിച്ചത് ബ്രില്യൻ്റിലെ റാങ്ക് 4,587. ആരും തളർന്നു പോകുന്നൊരു സമയമാണത്. എന്നാൽ അടുത്ത ദിവസം അതിൽ നിന്നും മാർക്ക് താഴേക്ക് പോവുകയാണ്.
ഏപ്രിൽ 16-ാം തീയതി നടന്ന പരീക്ഷയിൽ സയനയ്ക്ക് ആകെ നേടാനായത് 522 മാർക്ക്. 18-ാം തീയതി 553 മാർക്ക്. ഏപ്രിൽ 19 ആയപ്പോൾ 583 മാർക്ക്. ഏപ്രിൽ 21-ാം തീയതി 549 മാർക്ക്. ഏപ്രിൽ 23-ാം തീയതി നടന്ന എക്സാമിൽ 575 മാർക്ക് നേടി 3156 റാങ്കാണ് അന്ന് കരസ്ഥമാക്കിയത്. എന്നാൽ ഏപ്രിൽ 24-ൽ വീണ്ടും മാർക്ക് താഴേക്ക്. 556 മാർക്ക് നേടിയ സൈനയ്ക്ക് 3613 റാങ്കാണ് ലഭിച്ചത്. ആരും തളർന്നു പോകുന്ന സമയമാണ്. ഇനി നീറ്റ് എക്സാമുകൾക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ ഏപ്രിൽ 27-ാം തീയതി 2 ദിവസത്തിന് ശേഷം സൈനയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് കാണുന്നത്. ഫിസിക്സിന് 155, കെമിസ്ട്രിക്ക് 146, ബയോളജിക്ക് 335 മാർക്കും നേടി 636 മാർക്കും 319 റാങ്കും നേടി സൈന ആത്മവിശ്വാസം വീണ്ടെടുക്കുകയാണ്. തൊട്ടടുത്ത 28-ാം തീയതി എക്സാമിന് 606 മാർക്ക് നേടി 2344 റാങ്ക് എത്തുമ്പോൾ 30-ാം തീയതി നടന്ന എക്സാമിൽ വീണ്ടും മാർക്ക് താഴേക്ക് 565, 3732 റാങ്ക്. അന്ന് 14,000 വിദ്യാർത്ഥികളാണ് എക്സാം എഴുതിയത്. എന്നാൽ മെയ് 1-ാം തീയതി സൈനയുടെ പ്രതീക്ഷകൾ വീണ്ടും ചിറകുമുളയ്ക്കുന്ന ദിവസം 629 മാർക്ക്. 629 മാർക്ക് നേടിയ സൈന അന്ന് 699 റാങ്കിങ് കരസ്ഥമാക്കി. തൊട്ടടുത്ത ദിവസം മെയ് 2-ാം തീയതി 617 മാർക്കാണ് സൈനയ്ക്ക് ലഭിച്ചത്. 944 റാങ്കും. പിന്നീട് നീറ്റ് എക്സാം. വളരെ ഉയർന്ന ആത്മവിശ്വാസത്തോടെ സൈന എക്സാം ഹാളിലേക്ക് പോയി. നീറ്റ് എക്സാമിൻ്റെ അന്ന് അവളുടേത് മാത്രമായി മാറിയ കാഴ്ച. 656 മാർക്ക് സ്കോറോടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോന്നിയിൽ അഡ്മിഷൻ നേടിയ സൈന നമുക്കെല്ലാവർക്കും മാതൃകയാണ്. ഇനി മറ്റൊരു വിദ്യാർത്ഥി വിജിത് കൃഷ്ണൻ. വിജിത് കൃഷ്ണൻ്റെ റിപ്പോർട്ട് കാർഡ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 2024 ഏപ്രിൽ 1-ാം തീയതി വിജിത് കൃഷ്ണൻ്റെ മോഡൽ എക്സാമിൽ ബ്രില്യൻറ്റിൽ ലഭിച്ച മാർക്ക് ആരെയും അതിശയിപ്പിക്കും. ഫിസിക്സിന് 3 അക്കം കടന്നില്ല, 87 മാർക്ക്. കെമിസ്ട്രിക്ക് 143, ബയോളജിക്ക് 310, ആകെ 540. റാങ്ക് വന്നപ്പോൾ 3641 റാങ്ക്. 14,000 വിദ്യാർത്ഥികളാണ് അന്ന് ബ്രില്യൻ്റ് എക്സാം എഴുതിയത്. എന്നാൽ ഏപ്രിൽ 7-ാം തീയതി നടന്ന മറ്റൊരു എക്സാമിൽ വിജിത്തിൻ്റെ മാർക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഫിസിക്സിന് തിരിച്ചു വന്നു 132 മാർക്ക്. കെമിസ്ട്രിക്ക് 125 എന്നാൽ ബയോളജി അമ്പെ പരാജയപ്പെട്ട അവസ്ഥ. 283 മാർക്കിലേക്ക് ബയോളജി താഴുന്നു. അന്നും 540 മാർക്കാണ് ലഭിച്ചത്. 3737 റാങ്കാണ് വിജിത്തിന് അന്ന് ലഭിച്ചത്. എന്നാൽ ഏപ്രിൽ 11-ന് ബ്രില്യൻ്റ് നടത്തിയ എക്സാം അല്പം ടഫായിരുന്നു. ഫിസിക്സിന് 68 മാർക്കായിട്ട് താഴ്ന്നു. കെമിസ്ട്രിക്ക് 136 മാർക്ക്, ബയോളജിക്ക് 320, ആകെ 524 മാർക്ക്. വിജിത്ത് ഇതുവരെ നേടിയതിൽ ഏറ്റവും കുറഞ്ഞ മാർക്കിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥ. 2724 അന്ന് ലഭിച്ച റാങ്ക്. അവിടെ ഒന്നും പടിപടിയായി പഠിക്കുന്നുണ്ട്. എന്നാൽ ഏപ്രിൽ 15-ാം തീയതി നടന്ന എക്സാം അത് വളരെ എളുപ്പമായിരുന്നു. ഫിസിക്സിന് 100 മാർക്ക്, കെമിസ്ട്രിക്ക് 155 മാർക്ക്, ബയോളജിക്ക് 351, ആകെ 606 മാർക്ക് നേടി 2422 റാങ്ക് കരസ്ഥമാക്കുന്നു. പിന്നീട് തൊട്ടടുത്ത 16-ാം തീയതി എക്സാമിൽ ഫിസിക്സിന് വീണ്ടും മാർക്ക് 100-ൽ താഴെയാകുന്നു, 88 മാർക്ക്. കെമിസ്ട്രിക്ക് 153 മാർക്ക്. എന്നാൽ ബയോളജിക്ക് അല്പം കൂടി 340 മാർക്കാകുന്നു. ടോട്ടൽ 581 മാർക്ക്. 1866 റാങ്കാണെന്ന് 10,000 വിദ്യാർത്ഥികൾ എക്സാം എഴുതിയിൽ വിജിത്തിന് നേടാനായത്. 18-ാം തീയതിയും വ്യത്യസ്തമല്ല. 95 മാർക്കാണ് ഫിസിക്സിന് ലഭിച്ചത്. കെമിസ്ട്രി 120 കുറയുന്നു. ബയോളജിക്കപ്പോൾ മാർക്ക് കൂടി 355, അങ്ങനെ 570 മാർക്ക്. 1401 റാങ്കിലേക്ക് എത്തുന്നു. പിന്നീട് പടിപടിയായി വിജിത്ത് ഉയരങ്ങളിലേക്ക് വരികയാണ്. ഏപ്രിൽ 23-ാം തീയതി ആയപ്പോൾ 2 അക്ക നമ്പർ മാറി 151 മാർക്ക് ഫിസിക്സിന് നേടുകയാണ്. കെമിസ്ട്രിക്ക് 157, ബയോളജിക്ക് 335, ആകെ 643. അന്നത്തെ ഹയസ്റ്റ് സ്കോർ 715 മാർക്കാണ്. 1059 റാങ്കായി 15,500 വിദ്യാർത്ഥികൾ എക്സാം എഴുതിയ ആ ദിവസം വിജിത്തിന്. പിന്നീട് ഓരോ ദിവസങ്ങളിലും വിജിത്തിൻ്റെ മാർക്കുകൾ പിന്നീട് നടന്ന എക്സാമുകൾ. ഏപ്രിൽ 27-ാം തീയതി 641 മാർക്ക്, ഏപ്രിൽ 28-ാം തീയതി 636 മാർക്ക്, ഏപ്രിൽ 30-ാം തീയതി 624 മാർക്ക്. എന്നാൽ മെയ് 1-ാം തീയതിയിലെ എക്സാം അത് വിജിത്തിനെ പോലെയുള്ളവരുടെ മാത്രമായിരുന്നു. 165 മാർക്കാണ് ഫിസിക്സിന് അന്ന് കരസ്ഥമാക്കിയത്. ഓർക്കുക, കൃത്യം 1 മാസം മുമ്പ് വിജിത്തിൻ്റെ മാർക്ക് 2 അക്ക മാർക്ക്. അതിനെ കഴിഞ്ഞ് 100 മാർക്കോളം കൂടിയ അവസ്ഥ. കെമിസ്ട്രിയിൽ 160 മാർക്ക്, ബയോളജിയിൽ 350 മാർക്ക്, ആകെ 675 മാർക്ക്. 2-ാം തീയതിയിലെ എക്സാമിൽ ഫിസിക്സിന് 175 മാർക്കാണ് വിജിത്തിന് നേടാനായത്. കെമിസ്ട്രി 160-ൽ തന്നെ, ബയോളജി 345, 680 മാർക്ക് നേടുന്നു.
മെയ് 3-ാം തീയതി എക്സാം വീണ്ടും എഴുതുന്നു. ഫിസിക്സ് 165, കെമിസ്ട്രി 165, ബയോളജി 345, ആകെ 675 മാർക്ക്. 10,000 വിദ്യാർത്ഥികൾ എക്സാം എഴുതിയ അന്ന് 748 തിളക്കത്തിലേക്ക് ബ്രില്യൻറ്റിൽ നിന്ന് റാങ്കിങ് കരസ്ഥമാക്കിയാണ് നീറ്റ് എക്സാമിനായി വിജിത് കൃഷ്ണൻ ബ്രില്യൻറ്റിൽ നിന്ന് യാത്രയായത്. ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമുകൾ നൽകി ആത്മവിശ്വാസത്തോടെ മെയ് 5-ാം തീയതി വിജിത് കൃഷ്ണൻ നീറ്റ് എക്സാം ഹാളിലേക്ക് പോയി. അന്നത്തെ എക്സാം അവൻ്റേത് മാത്രമാക്കി മാറ്റി. പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ അന്നുവരെ അനുഭവിച്ച യാതനകളെല്ലാം മറന്ന് ആത്മാർത്ഥതയോടെ സന്തോഷിച്ച് വിജിത് കൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങുന്നു. നീറ്റിൻ്റെ റിസൾട്ട് വരുന്നു. 674 മാർക്ക് നേടി ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിലൊന്നായ AFMC പൂനെയിൽ നിന്ന് രാജ്യത്തിന് അഭിമാനമായ ഡോക്ടറായി മാറുമ്പോൾ വിജിത് കൃഷ്ണനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല, ബ്രില്യൻറ്റിന് മറക്കാൻ സാധിക്കില്ല, നിങ്ങൾക്കും മറക്കാൻ സാധിക്കില്ല. എന്താ അല്ലേ? ഇറ്റ്സ് റിയലി ഇൻസ്പയറിങ്. ഇവരുടെ വിജയങ്ങൾ മാത്രമല്ല ബ്രില്യൻറ്റിനുള്ളത്. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് നീറ്റ് സ്കോർ മോഡൽ എക്സാമുകളിൽ 400-കളിൽ നിന്നും 500-കളിൽ നിന്നും പഠിച്ചുയർന്ന് അവസാന ആഴ്ചകളിൽ 600-ലേക്കും അവിടെ നിന്ന് MBBS അഡ്മിഷനിലേക്കും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു കയറുന്നത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനം നടത്തുന്ന എക്സാമുകൾ, 40-ലധികം വർഷമായി മലയാളിയുടെ എൻട്രൻസ് സ്വപ്നം പൂവണിയിച്ചവർ നിരവധി അനവധി പരീക്ഷണങ്ങളിലൂടെ എങ്ങനെ എക്സാം നടത്തണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് തീരുമാനിക്കുന്നത് നിങ്ങളല്ല. എത്ര നന്നായി പഠിച്ചാലും ചില ദിവസം നിങ്ങൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യില്ല. അത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്നാൽ മെയ് മാസമാകുമ്പോൾ എല്ലാം വ്യക്തമായി പഠിച്ചു തീരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അവിടെ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങളുടെ മാർക്ക് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് തീർന്നിട്ടുണ്ടാവും. ഓരോ വർഷവും NDA ഏറ്റവും ആദ്യം കണ്ടക്ട് ചെയ്യുന്നത് JEE മെയിൻ എക്സാം ആണല്ലോ. ഫസ്റ്റ് സെഷൻ എക്സാമുകളുടെ റിസൾട്ട് നമ്മൾക്ക് തരുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ആ വിജയം കരസ്ഥമാക്കിയ എഞ്ചിനീയറിംഗ് റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികൾക്ക് കേവലം 45 ദിവസങ്ങൾ മാത്രമാണ് ബ്രില്യൻറ്റ് മോഡൽ എക്സാമുകൾ നടത്തിയത്. തീവ്രമായ പരിശീലനമാണ് അവർക്ക് നൽകിയത്. നീറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ JEE എക്സാം ടഫാണ്. എന്നിട്ടും രാജ്യത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന വിജയം ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. അവരെക്കാളും എത്രയധികം മോഡൽ എക്സാമുകൾ നമ്മൾ എഴുതി. അതിൻ്റെ തനി ആവർത്തനമാണ് നീറ്റ് റിസൾട്ട് വരുമ്പോൾ എല്ലാ വർഷവും ബ്രില്യൻറ്റിൽ സംഭവിക്കുന്നത്. വിവിധ മെഡിക്കൽ കോളേജുകളിൽ ഞങ്ങൾ നടത്തിയ സന്ദർശനങ്ങളിൽ നിന്നും നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ MBBS സീറ്റുകളിൽ 90% ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾക്കാണ് ലഭിച്ചതെന്ന്. നീറ്റ് 2025 കഴിഞ്ഞ വർഷത്തേക്കാളും ഉയർന്ന വിജയമാണ് ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. അടുത്ത ഊഴം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: കൃത്യമായി മോക്ക് ടെസ്റ്റുകളും ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമുകളും എഴുതുക, സ്വന്തം കഴിവിൽ വിശ്വസിക്കുക, ശുഭാപ്തി വിശ്വാസത്തോടെ എക്സാമുകളെ അതിജീവിക്കുക, എക്സാമിന് മേൽ വ്യക്തമായ മാനസിക ആധിപത്യം സ്ഥാപിക്കുക. മനസ്സിൻ്റെ ബലമാണ് ആരെയും വ്യത്യസ്തരാക്കുന്നത്. ഓർക്കുക, ആവറേജുകളാണ് ഈ ലോകത്തിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വിജയം നിങ്ങളെ കൈവിടില്ല. ഇത് കേൾക്കുന്നവർ തിരിച്ചറിയുക, നിശ്ചയദാർഢ്യത്തിൻ്റെ വഴി വിജയത്തിലേക്ക് മാത്രമുള്ളതാണെന്ന്. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.